2024 കാലഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സി പി എമ്മിനെ ഏറ്റവും വലിയ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നല്ലോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. ആ കരുവന്നൂർ ബാങ്കിൽ ഇപ്പോൾ സി പി എം വിജയിച്ചിരിക്കുകയാണ്. വലിയ ആഹ്ലാദത്തിലാണ് സി പി എം പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നേതാക്കളും. എന്തുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സി പി എമ്മിൻ്റെ പാനലിനെ വിജയിപ്പിച്ചു? ഈ കരുവന്നൂർ എന്ന ആ വാക്ക് തന്നെ ഇന്നിപ്പോൾ വളരെ ലോക പ്രശസ്തമായത് അത് കുപ്രസിദ്ധിയാണ്, നല്ല പ്രസിദ്ധിയല്ല. അവിടെയാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. 100 കോടി രൂപയിലധികമാണ് തട്ടിപ്പ് നടത്തിയത്. ഒരു മുൻ മന്ത്രിയുടെ പേരുൾപ്പെടെ അതിൽ പറഞ്ഞ് നമ്മൾ നിൽക്കുകയാണ്. പല നിക്ഷേപകരും ആത്മഹത്യ ചെയ്തു, വലിയ സമരങ്ങളും ഒക്കെ ഉണ്ടായി. അവിടെ ഇത്തവണത്തെ മത്സരത്തിൽ LDF മത്സരിച്ചു, UDF മത്സരിച്ചില്ല, കോൺഗ്രസ് മത്സരിച്ചില്ല, NDA മത്സരിച്ചു. 15,000-ഓളം സഹകാരികളുണ്ട്, വോട്ട് ചെയ്യാവുന്ന സഹകാരികൾ. ആകെ ചെയ്തത് 3025 പേര്, 20%. ആ 20% പേർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കബളിപ്പിക്കപ്പെടാത്ത 20% പേരായിരിക്കും. ഈ നല്ല കള്ളന്മാർ മോഷ്ടിക്കുമ്പോൾ അവരുടെ ബന്ധുക്കളുടെയോ അവരുടെ അതേ പണി ചെയ്യുന്നവരുടെയോ വീട്ടിൽ കയറില്ല. അതങ്ങനെ ഒരു വർഗബോധം എന്ന് പറയുന്നത് എല്ലാ മോഷണം നടത്തുന്നവരുടെയും എല്ലാവരുടെയും അത് ജന്മസിദ്ധമായ സ്വഭാവമാണ്. അതോടൊപ്പം മേഖല തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, ആ മേഖലയിൽ നിങ്ങൾ ഇന്ന മേഖലയിലേക്ക് കയറാവൂ, അതേപോലെ ഒരാൾ ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് ഓപ്പറേഷൻ വേറൊരാൾ ചെയ്യരുത്. ഓരോരുത്തർക്കും അവരവരുടെ ശൈലിയാണ്. അതങ്ങനെ ഒരു ധാരണ അത് വേണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുമാണ്. അപ്പോൾ പോലീസുകാർക്കും ഇത് എളുപ്പമാണ്. കാരണം എങ്ങനെയാണെന്ന് കണ്ടാൽ പിന്നെ ആ കാറ്റഗറിയിലുള്ളവരുടെ അടുക്കം അവർക്ക് ജോലി എളുപ്പമാണ്. ഇല്ലെങ്കിൽ നാട്ടിലുള്ള മുഴുവൻ പേരെ അന്വേഷിച്ചു പോകണം. അത് കണക്ക് സഹകരണ ബാങ്കിലെയും കൊള്ളയടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില വേർതിരിവുകളുണ്ട്. എല്ലാവരും തുല്യരാണെന്നൊക്കെ കമ്മ്യൂണിസം പറയുമെങ്കിലും അടിച്ചു മാറ്റുന്ന കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങൾ ഒഴിവാക്കും. അപ്പം ഈ 2000 പേർക്ക് ഒരു ബുദ്ധിമുട്ടും അല്ല, ഈ 3025 പേരുടെ ഒരു പൈസ പോലും പോയിട്ടില്ല എന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം. അവരിനി പരാതിയും കൊണ്ടുവന്നാൽ അത് എടുക്കാനും പാടില്ല. കാരണം 100 കോടി രൂപ അടിച്ചു മാറ്റിയ ഒരു ഭരണസമിതി, ആ പാർട്ടി, ആ ഭരണസമിതി അതേപോലെ ആയിരിക്കില്ല, പക്ഷെ ആ മുന്നണി ആ പാർട്ടിയാണ്. ആ പാർട്ടിയെ വീണ്ടും ഭരിക്കാൻ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി ബാക്കി ഞങ്ങളത് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ അടിച്ചുകൊണ്ട് പൊയ്ക്കോളൂ എന്ന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ സമ്മതം കൊടുപ്പം നമ്മൾ വീടിൻ്റെ കതക് തുറന്നിട്ടിട്ട് രാവിലെ പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ വീട്ടിൽ നിന്നും സാധനം മോഷണം പോയി, കതകൊക്കെ കുത്തി തുറന്നു, ഇല്ല കതകൊന്നും ഞാൻ അടയ്ക്കാറേ ഇല്ല, തുറന്നിട്ട് കൊടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് തന്നെയാണ് കൂടി. അപ്പോൾ NDA മത്സരിച്ചു. അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ കഴിഞ്ഞ തവണ 300 ചില്ലുവാനും വോട്ടാണ് കിട്ടിയത്, ഇപ്പം 700 ചില്ലുവാനും കിട്ടി. ആ അർത്ഥത്തിൽ NDAയുടെ നില ഇരട്ടിയായി, മെച്ചപ്പെടുത്തി. അത് ഈ മിക്കവാറും ഈ പറഞ്ഞ രീതിയിൽ ഈ നിക്ഷേപകരുടെ പണവുമൊക്കെ മോഷ്ടിച്ചതിനകത്തുള്ള സഹിക്കവയ്യാതെ അതിനെതിരെ പ്രതികരിക്കാനാണ് അവർ ആ വോട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ആ മേഖലയിലെല്ലാം നാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായൊരു വിധി ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇത് കേവലം 15,000 പേരിൽ 3,000 പേരേ ഉള്ളൂ. ആ 3,000 പേരുടേതിൽ നിന്നാണല്ലോ ഈ പറഞ്ഞ ഇത്രയും 2134 വോട്ടേ ഉള്ളൂ. അതിൽ പോലും ബാക്കി 700 ചില്ലുവാൻ വോട്ട് NDAയ്ക്ക്. അപ്പം കൃത്യമായി പറഞ്ഞാൽ 15,000 പേരുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റിൽ LDFന് എത്ര വോട്ടുണ്ട്? 2134. ശതമാനം എടുത്താൽ എത്ര വരും? 10% അല്ലേ ഉള്ളൂ. NDAയ്ക്ക് അതിനേക്കാളുണ്ടല്ലോ കേരളത്തിൽ മൊത്തത്തിൽ. അപ്പോൾ ഇവിടെ നടന്നത് അതിനിപ്പോൾ ഈ എന്ത് വൃത്തികേട് കാണിച്ചാലും പാർട്ടി കമ്മ്യൂണിസ്റ്റ് ആണോ, അതിനി ആ ആളിൻ്റെ ഒരു വോട്ടറുടെ അന്തം കമ്മിയുടെ വീട്ടിലെ ഒരാളിനെ അതേ പാർട്ടി തന്നെ വെട്ടിക്കൊന്നിട്ട് ആ ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും ഈ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് കാറൽ മാർക്സ് പറഞ്ഞാൽ ഒരു ഭേദഗതിയുണ്ട്. കമ്മ്യൂണിസം മനുഷ്യനെ മയക്കുന്ന ഒരു വലിയ വിഷയമാണ്. സ്വന്തം മകനെ വെട്ടിക്കൊന്നാൽ പോലും വെട്ടിക്കൊന്നവൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ മത്സരിച്ചാൽ സ്വന്തം പിതാവ് പോലും പോയി വോട്ട് ചെയ്യുന്ന
പരമദയനീയമായ അടിമക്കൂട്ടങ്ങളുടെ ഒരു കൂട്ടമായി CPM അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇത്രയും പേര് പോയി വോട്ട് പക്ഷേ ഈ ചെയ്തു. ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അവസാന ഘട്ടം ഇവർ പൂർണ്ണമായി തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ പിഴുതെറിയുന്നത് നാം കണ്ടിട്ടുണ്ടല്ലോ. അത് ലോകരാജ്യങ്ങളിലായാലും ഇന്ന് ബംഗാളിലായാലും ത്രിപുരയിലായാലും നാം അത് കാണുന്നുണ്ടല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരാശയം, ഈ ചില ആശയങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ നിലനിൽക്കും. ആ കാലഘട്ടം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നിലനിൽക്കില്ല. ഇതിനൊക്കെ നമുക്ക് ഉദാഹരണം പറയാം. കോവിഡ് വരുമ്പോൾ ആരും പറയാതെ തന്നെ നമ്മളെല്ലാവരും മാസ്ക് വെക്കുമായിരുന്നു. ഇപ്പോൾ ഒന്ന് വെക്കാൻ പോലീസുകാരൻ പറഞ്ഞാലും വെക്കില്ല. മറ്റേത് സ്വയം ആ ഒരു കാലഘട്ടത്തെ കണ്ട് ബോധ്യപ്പെട്ട ആരുടെയും സ്വന്തം സ്വയരക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അത് കണ്ടുകൊണ്ട് ആ 2 വർഷം കണ്ടുകൊണ്ട് ജനം വിലയിരുത്തിയാണ്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെല്ലാം നല്ല മര്യാദക്കാരായിപ്പോയി, ഇനി ഇവൻ്റെയൊക്കെ മരണം വരെ മാസ്ക് ഊരത്തില്ല. ആണോ? കോവിഡ് പോയി എന്ന് എഴുതി കാണിച്ചാൽ മതി. അപ്പോൾ അതേപോലെയാണ് കമ്മ്യൂണിസം അന്നത്തെ കാലഘട്ടത്തിൽ, ഇത് രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ജന്മിമാരും പുരുഷന്മാരും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിൻ്റെ ആശയത്തോടൊക്കെ ഒരു യോജിപ്പുണ്ടായി. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താ? അന്നത്തെ ജന്മിമാരൊക്കെ ഇക്കണക്കിന് എത്രയോ ഭേദമാണ് ഇവരുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ. എവിടെ നിന്നൊക്കെയാണ് പണം അടിച്ചു മാറ്റുന്നത്? പണം അടിച്ചു മാറ്റുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഇപ്പം ഒരു ഇത് കണ്ടപ്പോൾ നമ്മൾക്ക് ചിരി വന്നത്, MP ജയരാജൻ കണ്ണൂരിൽ വഴിയരികിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ ചുമന്ന ബക്കറ്റും കൊണ്ട് പിരിവിന് പോകുന്ന ചിത്രം ശ്രീജിത്ത് കണ്ടിട്ടുണ്ടോ? അത് നൽകുന്ന മെസ്സേജ് എന്താ? ഇല നക്കുന്നവൻ്റെ ചിറി നക്കുക എന്നൊക്കെ ഈ വാക്കുകൾ കണ്ടുപിടിച്ചിരിക്കുന്ന ചിലർക്ക് വേണ്ടിയും ചില പരിപാടികൾക്കും വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ പരമദയനീയമല്ലേ ഭിക്ഷച്ചട്ടിയിൽ കൈയിട്ട് വാരുക. എന്നിട്ട് പറയുന്നത് എന്താ? ഭിക്ഷക്കാർ പോലും ഞങ്ങളുടെ പാർട്ടിയാണ്. എടാ, 10 വർഷം കൊണ്ട് ഈ രാജ്യം ഭരിച്ചിട്ട് ഈ ഭിക്ഷക്കാരൻ്റെ ഭിക്ഷയെടുപ്പില്ലാതാക്കിയോ? അവൻ്റെ കയ്യിൽ നിന്ന് വരെ അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ ഞങ്ങൾ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് മാത്രമല്ല ഭിക്ഷക്കാരൻ്റെ കയ്യിൽ നിന്ന് വരെ അടിച്ചു മാറ്റുന്നതിൽ ഞങ്ങൾക്ക് വേർതിരിവില്ല. കേരളത്തിൽ ഇപ്പോൾ പട്ടിണിയില്ലെന്നാണ് പറയുന്നത്. പട്ടിണിയില്ല, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആഹാരം, പെൻഷൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇനി വീണ്ടും ഒരു ഭരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ, ഇല്ലേ? ഇതൊക്കെ മാറ്റാനല്ലേ നമ്മൾ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരുന്നത്. അതെല്ലാം പരിഹരിച്ചുവെങ്കിൽ പിന്നെ അവർ മത്സരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ഒരു ഗോൾ, ഒരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ ദൗത്യം ഇല്ല, പിന്നെ അതിൻ്റെ ആവശ്യമില്ല, പിന്നെ അതിൻ്റെ അടുത്ത ഇതിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ മഹാത്മാഗാന്ധി കോൺഗ്രസ് പിരിച്ചു വരണമെന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള ഒരു വാചകം ഇപ്പോഴും അത് ഏതർത്ഥത്തിലാണെന്നറിയാമോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആ ലക്ഷ്യം. അത് കിട്ടി. ഇനി നമ്മളുടെ ലക്ഷ്യം ഇതുപോലെയുള്ള മറ്റ് രാജ്യങ്ങളും മറ്റ് വിഷയങ്ങളിലും പ്രവർത്തിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തന ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് പറയും. അതേപോലെ ഇവിടെ 10 കൊല്ലം കഴിഞ്ഞപ്പോൾ CPMൻ്റെ ലക്ഷ്യം എല്ലാം നേടി. ഇപ്പം അതിദരിദ്രരുണ്ടോ? വീടില്ലാത്തവരുണ്ടോ? പെൻഷൻ ഇല്ലാത്തവരുണ്ടോ? ദിവസവും വീട്ടിൻ്റെ മുന്നിൽ തന്നെ മദ്യം കിട്ടാത്തവരുണ്ടോ? ഇതെല്ലാം കിട്ടുന്നില്ലേ? അപ്പം ഇനി എന്തിനാ? ഇനി ആര് ഭരിച്ചാലും കുഴപ്പമില്ലല്ലോ, ട്രാക്കിലായില്ലേ. പക്ഷേ ഇനിയും ഞങ്ങൾക്കൊരവസരം കൂടി തരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞതൊക്കെ വെറുതെ ആണ് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ കാണിച്ചിരിക്കുന്ന പണി എന്താ? ഡാറ്റ മോഷണം. 77 ലക്ഷം പേരുടെയാണ്. അത് കോടതി ഇടപെടും, ഒരു സംശയമില്ല. അപ്പം എങ്ങനെയെങ്കിലും വീണ്ടും വരാൻ വേണ്ടി ആളുകളെ കബളിപ്പിക്കുന്ന എല്ലാ പരിപാടിയും ഇവിടെയുണ്ട്. അത് വേണ്ടി വന്നാൽ ഈ കരുവന്നൂർ ബാങ്കിൽ ജയിച്ചത് LDFൻ്റെ ജനപിന്തുണയുടെ ഏറ്റവും നല്ല ഒരു സൂചകമാണ്. ക്വാർട്ടർ ഫൈനലാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിൽ എന്ത്, കരുവന്നൂർ ബാങ്കിൽ ജയിച്ചില്ലേ എന്ന് വരെ ക്യാപ്സൂളുകൾ ഇന്ന് തന്നെ ഇറങ്ങും, ഒരു സംശയമില്ല. ഒരു പാർട്ടിയുടെ പരമദയനീയ അവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.